കണ്ണൂർ. 101.5 FM ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രക്ഷേപണത്തിൽ ആദ്യം സുഭാഷിതം കേൾക്കാൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് ജോസ്. ഒരു വിദ്യാലയ വർഷത്തിനു കൂടി തുടക്കമാകുന്നു. പുത്തനുടുപ്പിട്ട് അമ്മത്തുമ്പിൽ തൂങ്ങി കൺകളിൽ സ്വപ്നം നിറച്ച് അറുതിയില്ലാത്ത ആകാംക്ഷയ്ക്ക് പുത്തൻ ഭാവങ്ങൾ പകർന്ന് പൂത്തൊരുങ്ങി തങ്ങളെ കാത്തുകിടക്കുന്ന പള്ളിക്കൂടമുറ്റത്ത് കുഞ്ഞുങ്ങൾ അണയും. ആ ക്ഷേത്രാങ്കണങ്ങളിൽ ആരവമുയരും. പ്രിയതരമായതെല്ലാം ഒരുക്കി അധ്യാപകർ കാത്തു നിൽക്കുന്നുണ്ടാകും. നനുനനെ പൊടിയുന്ന മഴ അവർ ഒരുമിച്ച് നനയും. തുത്തുകുണുക്കി പക്ഷിയോട് കളി പറഞ്ഞു ചിരിക്കും. തിരികെ പോകേണ്ടതില്ലെന്നറിഞ്ഞിട്ടും തിരികെ ചെല്ലാൻ എല്ലാരും കൊതിക്കുന്ന ഒരിടമാണല്ലോ പള്ളിക്കൂടം. കാലം എത്ര കഴിഞ്ഞാലും പടവുകൾ എത്ര താണ്ടിയാലും ആദ്യ വിദ്യാലയത്തെയും ആദ്യാക്ഷരം പകർന്ന ഗുരുവിനെയും ആർക്കാണ് മറക്കാൻ കഴിയുക? അക്ഷരവും അറിവും അമൃതും പകർന്ന് ജീവിതപാധേയവും നീട്ടിനിൽക്കുന്ന നിധികുംഭങ്ങളാണല്ലോ ഓരോ വിദ്യാനികേതനവും. വിശ്വപ്രസിദ്ധ സർവകലാശാലയായ വിശ്വഭാരതിയുടെ നെറ്റിത്തടത്തിൽ ടാഗോർ കുറിച്ചിട്ടു, യത്ര വിശ്വം ഭവത്യേകം നീഢം. ഇവിടെ ലോകം ഒരു പക്ഷിക്കൂടായി ഭവിക്കുന്നു. കാലുഷ്യവും കന്മഷവും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ഒരു ലോകമാണ് ടാഗോർ വിഭാവന ചെയ്തത്. സ്നേഹവും സൗഹൃദവും പരസ്പര സഹവർത്തിത്വവും പങ്കുവയ്ക്കലുമുള്ള ഒരിടമായി ലോകത്തെ പരുവപ്പെടുത്തുവാനുള്ള പ്രഥമ സ്ഥാപനമായിരുന്നു ടാഗോറിന് ആ വിദ്യാനികേതനം. ഞാനും നീയും എന്ന ഭേദമേതുമില്ലാത്ത ഏകലോക സൃഷ്ടിയായിരുന്നു വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത്. എന്താണ് വിദ്യാഭ്യാസം എന്ന് ഗാന്ധിജി നിർവചിച്ചത് എല്ലാ കാലത്തും പ്രസക്തമാണ്. കുട്ടികളിലും മുതിർന്നവരിലുമുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉത്തമാംശങ്ങളുടെ ആവിഷ്കരണമാണത്. വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ പ്രകടനമാണെന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളുടെ അർത്ഥവും ഇതുതന്നെയാണ്. വിദ്യാഭ്യാസത്തിന്റെ മഹത്തായ ലക്ഷ്യം അറിവല്ല, പ്രവൃത്തിയാണ്. അറിവിന്റെ പുരോഗതിയും സത്യത്തിന്റെ വ്യാപനവും അതിന്റെ തുടർച്ചയാകണം. പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം അക്കാദമികം മാത്രമായി മാറുന്നു. പരീക്ഷാ വിജയങ്ങൾക്കും A+കൾക്കും അമിത പ്രാധാന്യം നൽകുമ്പോൾ കുഞ്ഞുങ്ങൾ സ്വായത്തമാക്കേണ്ടുന്ന മൂല്യവും മൂല്യബോധവും ഏറെക്കുറെ നഷ്ടമാകുന്നുണ്ട്. വൈവിധ്യവും സങ്കീർണവുമായ ജീവിത വഴികൾ തരണം ചെയ്ത് മുന്നേറാനുള്ള പഠന രീതിയാണ് വേണ്ടത്. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാനുള്ള മനക്കരുത്തും ആത്മവിശ്വാസവും ആർജിക്കണം. നിസാര കാര്യങ്ങളുടെയും നിസാര പരാജയങ്ങളുടെയും മുൻപിൽ പകച്ചു നിൽക്കുകയും വിഷാദത്തിലേക്ക് കൂപ്പുകുത്തുകയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം പെരുകുന്നുണ്ട്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് മാറ്റമുണ്ടാകേണ്ടത്. അതിനുള്ള അഭ്യസനം കൂടിയാകണം വിദ്യാലയത്തിൽ നിന്നും ലഭിക്കേണ്ടത്. ഇവിടെ സമൂഹത്തോടുള്ള സമീപനം സുപ്രധാനമാണ്. മറ്റുള്ളവരെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ശരിയായി പ്രതികരിക്കാനും കഴിയുക എന്നത് ജീവിത വിജയത്തിന്റെ മൗലിക തലമാണ്. സഹജീവികളെ കാണാനും അവന്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനുമുള്ള പാടവം കുട്ടികൾ ആർജിക്കണം. അവരന്റെ വേദന നമ്മുടേത് കൂടിയാണെന്ന് തിരിച്ചറിയണം. മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധം ഊഷ്മളമാകുന്നത് സംസാരത്തിലൂടെയും ഇടപെടലുകളിലൂടെയുമാണല്ലോ. സംസാരവും പെരുമാറ്റവും മറ്റുള്ളവർക്ക് ഹിതമാം വിധം സംസ്കരിച്ചെടുക്കുക എന്നത് വിദ്യാഭ്യാസത്തിന്റെ സാംസ്കാരികമായ ഉൽപ്പന്നം തന്നെയാണ്. വിദ്യാഭ്യാസം നമ്മുടെ ചിന്തകളെ വിശാലമാക്കണം. പ്രപഞ്ചത്തിന്റെ അവിശ്വസനീയമായ അത്ഭുതങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സ് തുറക്കാനുള്ള അവസരമൊരുക്കണം. എന്ത് ചിന്തിക്കണം എന്നല്ല, എങ്ങനെ ചിന്തിക്കണമെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. ഉന്നത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നന്മയുടെ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഉള്ളിലുള്ള ദിവ്യാഗ്നി പ്രോജ്വലിപ്പിക്കണം. നിവർന്ന നട്ടെല്ലോടും ഉയർന്ന ശിരസോടും തികഞ്ഞ സുബോധത്തോടും കരുത്തും ഊർജവും ആത്മവിശ്വാസവുമുള്ള മനസ്സോടും കൂടി വിശാലമായ ലോകത്തെ നോക്കിക്കാണാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ. ഹൃദയങ്ങളിൽ സൗഹൃദവും സമഭാവനയും പുലരട്ടെ. ഓരോ കുഞ്ഞും നാടിനും നാട്ടാർക്കും അനുഗ്രഹമായി തീരട്ടെ. മാതാപിതാക്കളും അധ്യാപകരും പാഠ്യപദ്ധതിയും അതിനവരെ പ്രാപ്തരാക്കട്ടെ. ശുഭദിനം. സുഭാഷിതമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലിസ് ജോസ്.